ഇത് കല്യാണം, മാരേജ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ സിസ്റ്റം, ഞങ്ങളുടെ ഇടയിൽ ഇതൊരു പ്രോബ്ലം അല്ല, പക്ഷെ ഇതൊരു പ്രോബ്ലമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ദിസ് ഡസൻറ്റ് ഇറ്റ്സ് നോട്ട് ആഡിങ് എനിത്തിങ് ടു യുവർ ലൈഫ് എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഈ മൈത്രേനെ കുറിച്ചിട്ടൊക്കെ പറയത്തില്ലേ, നമ്മളല്ല, കൂടുതലും അദ്ദേഹത്തിൻ്റെ ഫാൻസ് ആണ് ആ ഒരു വാക്യം ഉപയോഗിക്കുന്നത്. അദ്ദേഹം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരെ കാര്യമായിട്ടുള്ള ഹേറ്റ് വരുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയിട്ടുള്ള ഒരു കമൻറ്റ് ഉണ്ടാവും. ആ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: ഇദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഒരു 50 വർഷം 100 വർഷമൊക്കെ കഴിയുമ്പോൾ മനസ്സിലാവും അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്നുള്ളത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ അത്ര കാലമൊന്നും ജീവിച്ചിരിക്കത്തില്ലാത്തതുകൊണ്ട് ആ ഒരു കമൻറ്റിൽ ഞാൻ വലിയ കാര്യമായിട്ടുള്ള സംഗതി ഒന്നും കാണുന്നില്ല. അതേപോലെ അതേ ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരാളാണ് റീമ കല്ലിങ്കൽ. റീമ കല്ലിങ്കൽ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയും. ആദ്യം കേൾക്കുന്ന സമയത്ത് കുറേയധികം ആളുകൾ അതിനെതിരെ രൂക്ഷമായിട്ട് പ്രതികരിക്കും. എന്നാൽ പിന്നീട് ഒന്ന് ഇരുത്തി ആലോചിക്കുന്ന സമയത്ത് ശരിയാണെന്ന് തോന്നും. അദ്ദേഹം എങ്ങനെയാണ് ഒരു ഫെമിനിസ്റ്റ് ആയത് എന്നതിനെ കുറിച്ചിട്ട് ടെഡെക്സിൽ ഒരു ടോക്ക് കൊടുത്ത സമയത്ത് ഒരു ഫിഷ് ഫ്രൈയുടെ ഉപമ, ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പങ്കുവച്ചിരുന്നു. ആ ഒരു അനുഭവം കേട്ട സമയത്ത് എന്തോരം പുരുഷ കേസരികളാണ് ആ ഒരു മീൻ വറുത്തതും കടിച്ചു പിടിച്ചുകൊണ്ട് 4 പാടും ഓടി നടന്ന് രോഷപ്രകടനങ്ങൾ നടത്തിയത്. എന്നാൽ റീമ കല്ലിങ്കൽ അന്ന് പറഞ്ഞ ഫിഷ് ഫ്രൈ പൊളിറ്റിക്സ് കൃത്യമായിട്ട് കണക്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ് കൃഷ്ണകുമാർജിയുടെ വീട്ടിലെ ചിക്കൻ കറിയും ചിക്കൻ കാലും. എന്തൊക്കെ ചർച്ചകളാണ് ആ ഒരു വീഡിയോയുടെ. കൃഷ്ണകുമാർജിയുടെ വീട്ടിലെ ചിക്കൻ കറി വെച്ച് ആ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വമ്പൻ പ്രതിഷേധമാണ് ചിക്കൻ കാല് കിട്ടാത്ത മരുമകന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകൾ. ഇറങ്ങിപ്പോയിക്കൂടെ, ഇങ്ങനെ ചിക്കൻ കാല് കിട്ടാതെ എന്തിനാണ് അവിടെ ജീവിക്കുന്നതെന്നൊക്കെ ആളുകൾ ഇങ്ങനെ രൂക്ഷമായിട്ട് ചോദിച്ചിരിക്കുകയാണ്. അതിലേക്കൊക്കെ വരാം. ആദ്യം തന്നെ റീമ കല്ലിങ്കൽ ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ചിട്ട്, കാര്യമുള്ള ചില കാര്യങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറയേണ്ടതുണ്ട്. അതിനുവേണ്ടി ആ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾപ്പിക്കാം. കല്യാണം, മാരേജ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ സിസ്റ്റം, ഞങ്ങളുടെ ഇടയിൽ ഇതൊരു പ്രോബ്ലം അല്ല, പക്ഷെ ഇതൊരു പ്രോബ്ലമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ദിസ് ഡസൻറ്റ് ഇറ്റ്സ് നോട്ട് ആഡിങ് എനിത്തിങ് ടു യുവർ ലൈഫ് എന്നുള്ളതാണ് എന്റെ പ്രശ്നം. എന്നാൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ട് ഇത് കൊണ്ടുവരുന്നത്. ഇത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഒരു പ്രോബ്ലമാണ്. ഞങ്ങൾ തമ്മില് ഇതെന്താ പറയാ, ഞങ്ങൾ പണ്ട് പ്രേമിച്ചത് പോലത്തെ അതിനേക്കാളും സുന്ദരമായിട്ടാണ് ഇപ്പൊ പ്രേമിക്കണത്. അതിന് ഇതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് കല്യാണം, മാരേജ്, ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ സിസ്റ്റം ആൻഡ് എവറിത്തിങ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാൻ പോലും അങ്ങനെ, പക്ഷെ നമ്മുടെ പാരന്റ്സ് തന്നെ ഇവർക്ക് ഇതെന്തോ വലിയ സമാധാനം ആവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു we just thinking it's a signature. No, it's a trap. Okay, it's not a signature. It is so much that comes with it. As in, and you don't realize it. You're just thinking it's okay, I'll figure it out. No, it's like centuries of conditioning that comes with it, and ഇതൊക്കെ കേൾക്കുന്നത് ഒരു ടിപ്പിക്കൽ മലയാളിയുടെ മിനിമം ബുദ്ധി വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ കേൾക്കുന്ന സമയത്ത് അസഭ്യം പറയാനായിട്ടും വിമർശിക്കാനായിട്ടും ഒക്കെ തോന്നും. എന്നാൽ അദ്ദേഹം പറഞ്ഞതിനകത്ത് കാര്യമായിട്ടുള്ള പോയിന്റുകളുണ്ട്. ഇന്നത്തെ കാലത്ത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പുരുഷനോ സ്ത്രീക്കോ വിവാഹം എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് കൊണ്ട്, ആ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ലഭിക്കുന്നില്ല. പണ്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് ആർക്കാണ് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്? ഒരു സ്ത്രീക്ക് ഒരു ജീവിതം കിട്ടുന്നു എന്നൊക്കെ ഉള്ളതാണ് പല ആളുകളും പറയുന്നത്. ഔദാര്യമാണല്ലോ, അല്ലെങ്കിൽ ജീവിച്ചിരിക്കാനായിട്ട് പറ്റത്തില്ല എന്നുള്ള തോന്നലിൽ നിന്നാണ്, ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും നാട്ടിലില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നിട്ടാണ് അവർക്കൊരു ജീവിതം കിട്ടിയല്ലോ എന്ന് വിവാഹത്തെ നോക്കിയിട്ട് ആളുകൾ അഭിപ്രായപ്പെടുന്നത്. ആക്ച്വലി പുരുഷന് വിവാഹം കൊണ്ട് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഒന്നാമതായിട്ട് ഈ ഒരു കാലത്തടക്കം തുടരുന്ന ഒരു സംഗതിയുണ്ട്, സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സംഗതി. അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു ഷെയർ ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിക്ക് ആ ഒരു വീട്ടിൽ തലമുറകളായിട്ട് കൈമാറപ്പെട്ട സ്വത്ത് വകകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾക്കായി വീതം വയ്ക്കുന്ന സമയത്ത് അത് ഇങ്ങോട്ട് പോരും. എങ്ങടേക്ക് പോരും? ഈ പുരുഷൻ്റെ കുടുംബത്തിലേക്ക് പോകും. ഈ പുരുഷൻ്റെ വീട്ടുപേരിലാണ് ആ ഒരു സ്ത്രീയും ആ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ പിന്നീട് അറിയപ്പെടുന്നത്. അഡീഷനാണ്. ഇപ്പോൾ ആ ഒരു കുടുംബ പേരിൽ, ഇപ്പോൾ തെക്കേടത്ത് എന്ന് പറയുന്ന ഒരു കുടുംബ പേരിലേക്ക്, അല്ലെങ്കിൽ തെക്കേടത്ത് എന്ന് പറയുന്ന ഒരു കുടുംബത്തിലേക്ക് ഒരു പെണ്ണ് വരികയാണെന്നുണ്ടെങ്കിൽ ആ പെണ്ണ് കൊണ്ടുവരുന്ന എല്ലാം തെക്കേടത്തിൻ്റെ അസറ്റാണ്. പിന്നീട് കുട്ടികൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ തെക്കേടത്തെ കുട്ടികളാണ്. ഇങ്ങനെ പുരുഷന് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി ലഭിക്കും. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം പേഴ്സണൽ ലോസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയും സ്ത്രീകൾക്ക്, കുട്ടികൾക്ക് മെയിൻ്റനൻസ്, അതേപോലെ തന്നെ സുരക്ഷിതത്വം അതൊക്കെ നൽകാൻ വേണ്ടി മാരേജ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയേ തീരത്തുള്ളൂ. അപ്പോഴും സ്ത്രീ അബലയാണ്, വീക്കാണ്. അവർക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പരിപാടി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഗാർഹിക പീഡനമൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഗാർഹിക പീഡനം എങ്ങനെയാണ് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്? സ്ത്രീ അങ്ങടേക്ക് പോവുകയാണല്ലോ, വേറെ ഒരാളുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ. ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത്, മറ്റൊരിടത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ പീഡനം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിനെതിരെയുള്ള ഒരു നിയമ നടപടിയൊക്കെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതേപോലെ തന്നെ കുട്ടികളുടെ അവകാശങ്ങളും എന്തുകൊണ്ടാണ് ഈ നിയമം മൂലം സംരക്ഷിക്കപ്പെടുന്നത്? ഇപ്പോൾ ഒരു സ്ത്രീക്ക് വിവാഹിതയല്ല
അല്ലാതെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കുട്ടികളെ അതിൻ്റെ പിതാവ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ലീഗൽ പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടത്തില്ല. ആ ഒരു പിതാവിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടികൾ സ്ത്രീയുടെ മാത്രം സംരക്ഷണ ചുമതലയായി മാറാതിരിക്കേണ്ടതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നു. ഇങ്ങനെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ, കാലങ്ങളായിട്ട് തുടരുന്ന ഒരു സിസ്റ്റത്തിൽ ഈ പറയുന്ന സ്ത്രീക്ക് ഒത്തിരിയധികം ഭീഷണികളുണ്ട് നിലനിന്ന് പോകാൻ വേണ്ടി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ നടത്തി സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കാലം മാറിയതനുസരിച്ചിട്ട് വ്യക്തിയെ കൺസിഡർ ചെയ്ത് ബഹുമാനിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയ ഒരു സാഹചര്യത്തിൽ ഈ സ്ത്രീക്കും പുരുഷനും മാരേജിൽ നിന്നിട്ട് ഈ ഒരു ലീഗൽ എഗ്രിമെന്റിൽ നിന്ന് കാര്യമായിട്ടുള്ള ബെനഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ സ്ത്രീധനം, സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു പണം എന്ന് പറയുന്നത് ഭൂരിപക്ഷം പുരുഷന്മാരും വാങ്ങുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ പറയാനായിട്ട് വരത്തുള്ളൂ. അതേപോലെ സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് വീതമായി എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഭാഗം വയ്ക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ അസറ്റിലേക്കാണ് അവരത് സ്വരുക്കൂട്ടുന്നത്. അത് അവരുടെ മക്കൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് അവർ മാറ്റിവെക്കുന്നത്. പുരുഷന് അതിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു ബെനഫിറ്റ് ഒന്നും എടുക്കാനായിട്ട് പല സാഹചര്യവും ഉണ്ടാവുന്നില്ല ഈ ഒരു കാലഘട്ടത്തിൽ. ആളുകൾ മാറിയ ആളുകളുടെ ചിന്തയെക്കുറിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ റീമ കല്ലിങ്കലിനെ പോലുള്ള ആളുകൾ ഈ മതത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെയോ അതിർവരമ്പുകളില്ലാതെ സ്നേഹിച്ച് ഒരാളെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്ന ആളുകൾ, രണ്ടുപേരും ഫിലിം ഫീൽഡിൽ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ, രണ്ടുപേർക്കും നല്ല ഈക്വലി എനിക്ക് തോന്നുന്നു ഒരേ പ്രാധാന്യത്തോടെ തന്നെ ആളുകൾ നോക്കിക്കാണുന്ന കരിയർ പ്രൊഫൈലുള്ള ആളുകൾ, അവർക്കിപ്പോൾ വിവാഹം കഴിച്ചിട്ട് സ്വത്ത് സ്വരുക്കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ രണ്ട് വ്യക്തികൾ, അവർക്ക് രണ്ടുപേർക്കും ഒരേ വിദ്യാഭ്യാസമാണ്, ഒരേ ജോലിയാണ്, ഒരേ ഇൻകമാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ തുല്യ ഇൻകം ആണല്ലോ ഇപ്പോൾ ജോലി സ്ഥലങ്ങളിലൊക്കെ. അങ്ങനെ തുല്യ ഇൻകമായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് വിവാഹം കഴിച്ചിട്ട് ഒരാളിൽ നിന്നൊന്നും അങ്ങോട്ടേക്ക് എടുക്കേണ്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വിവാഹം എന്ന് പറയുന്ന നടപടിയുടെ ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പം നല്ല ജോലിയുള്ള, നല്ല ഇൻകം ഉള്ള, അസറ്റ്സ് ഒക്കെ സ്വന്തമായിട്ട് ഉള്ള ഒരു സ്ത്രീക്ക് 2 കുട്ടികളുണ്ടായി. കുട്ടികൾ ഉണ്ടായതിനു ശേഷം ഭർത്താവ് ഉപേക്ഷിച്ച് പോയാലും ആ ഒരു കുട്ടികളുടെ ചെലവുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഭാര്യയുടെ മെയിൻ്റനൻസിന് വേണ്ടി പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? അയാളുടെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഇപ്പോൾ പല ആളുകൾക്കും ഇല്ല. അപ്പം അതുകൊണ്ട് ഒരു കൂട്ടം ആളുകൾക്ക്, വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവണം. എല്ലാ മനുഷ്യരും അങ്ങനെ ആവണം. അങ്ങനെ ആയവർക്ക് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യമില്ലാതെയും ഈ പറയുന്ന സെറിമണിയുടെ ആവശ്യമില്ലാതെയും സന്തോഷകരമായിട്ട് ജീവിക്കാം. എന്തിനു വിവാഹം കഴിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കുറേയധികം ലിസ്റ്റിങ്ങനെ നിരത്തും. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയും, ഇതാണ് നമ്മളുടെ കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യം. ഒരു സിസ്റ്റം ആവുമ്പോൾ അതിനൊരു കെട്ടുറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചടങ്ങുകളിലൂടെ അത് എല്ലാ ആളുകളുടെയും മുൻപിൽ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ ഓൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ്, ഇൻഡിവിജ്വലി കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അപ്പോൾ വഴിയാധാരമാവരുത്, വഴിയിൽ ഉപേക്ഷിക്കപ്പെടരുത്, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അതുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, അങ്ങനെയൊക്കെയുള്ള പേടികളിൽ നിന്നിട്ടാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന ആ ഒരു സാക്ഷ്യപ്പെടുത്തൽ എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പറയും, ഇതൊരു ദൈവത്തിൻ്റെ മുൻപിൽ വെച്ചിട്ട് ചെയ്യുന്നൊരു ഉടമ്പടിയാണ്. അപ്പോൾ മതപരമായിട്ട് നമുക്ക് അതിനെ ഒന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആ മതപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തും ഏറ്റവും കൂടുതൽ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ആ ഒരു സംരക്ഷണത്തെക്കുറിച്ചിട്ടും പുരുഷന് കൂടുതലായി സ്ത്രീക്ക് കൊടുക്കേണ്ട സംരക്ഷണത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമൊക്കെയാണ്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു പരിപാടി. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 ആളുകൾക്ക് സ്വയമായി സംരക്ഷണമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന 2 ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. I am a feminist and my feminism started with a fish fry. So once upon a time, my family is seated around the dining table. My grandma, dad and my brother and myself. My mom is serving food and never in her entire life has it occurred to her that she can actually sit down along with us and we can all serve our own food. But then that story is for another day. Today, she's got 3 fish fries. And she makes sure that the oldest at the table and the 2 men at the table get 1 each. A 12-year-old me sits and weeps. I am deeply hurt and I demand to know why I am not considered deserving of a fish fry. My family is shocked, but my mom, she's flabbergasted. As in, she cannot fathom why I am overreacting because she probably never got any fish fries in her entire life. ഒരു വീട്ടിൽ പുരുഷന്മാർക്ക് കിട്ടുന്ന എക്സ്ട്രാ പ്രിവിലേജുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കി തരാൻ തനിക്ക് കിട്ടാത്ത മീൻ വറുത്തതിൻ്റെ ഒരു സംഭവം ഓർത്തെടുത്തിട്ട് റീമ കല്ലിങ്കൽ എന്ന് പറഞ്ഞാണ് അമ്മ ആർക്കൊക്കെ മീൻ വറുത്തത് കൊടുത്തു. വീട്ടിലെ മൂത്ത ആൾക്ക്, ഓൾഡസ്റ്റ് വണ്ണിന് ഒരു മീൻ വറുത്തത് കൊടുത്തു. പിന്നീട് ആ ടേബിളിലുണ്ടായിരുന്ന 2 ആണുങ്ങൾക്ക് മീൻ വറുത്തത് കൊടുത്തു.
കുട്ടിയായിട്ടുള്ള പെൺകുട്ടിയായിട്ടുള്ള റീമ കല്ലിങ്കലിന് മീൻ വറുത്തത് കിട്ടിയില്ല. അന്നത്തെ സാക്ഷര കേരളം അതിലെ ബുദ്ധിശൂന്യന്മാരായിട്ടുള്ള ചില ആളുകൾ ആകെ കേട്ടത് മീൻ വറുത്തതിൻ്റെ കഥയാണ്. മീൻ വറുത്തത് കിട്ടാത്തതിൻ്റെ വിഷമമാണ്. അന്ന് അവർ പറഞ്ഞു മീൻ വറുത്തത് കിട്ടാത്തതിൻ്റെ വിഷമമാണ് റീമ കല്ലിങ്കലിനെ ഫെമിനിസത്തിലേക്ക് നയിച്ചത്. അതിലെ മീൻ വറുത്തത് മാത്രമേ അവർക്ക് മനസ്സിലായുള്ളൂ. ഇന്നും ആ ഒരു ചിന്തയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവില്ല. ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന ആളുകളും ആ ഒരു സംഭവം അതിൻ്റെ പൊളിറ്റിക്സ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വേറൊരു കമൻറ്റ് ബോക്സിലേക്ക് പോകണം, വേറൊരു വീഡിയോയിലേക്ക് പോകണം. നിങ്ങളെ സംബന്ധിച്ച് അത് കൃഷ്ണകുമാർജിയുടെ വീട്ടിലെ അടുക്കളക്കാരുമായിരിക്കാം. പക്ഷേ അന്നത്തെ റീമ കല്ലിങ്കലിൻ്റെ മീൻ വറുത്തതിൻ്റെ കാര്യം മനസ്സിലാവാത്ത ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൃഷ്ണകുമാർജിയുടെ വീട്ടിലെ തീന്മേശയിലേക്ക് ഒന്ന് എത്തി നോക്കണം. കൃഷ്ണകുമാർജിയുടെ വീട്ടിലെ അടുക്കളക്കാരുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് വായിച്ച് നോക്കണം. എന്ത് രസകരമാണ് അവിടുത്തെ കമൻറ്റുകൾ. അന്ന് മീൻ വറുത്തതിൻ്റെ കാര്യം മനസ്സിലാവാത്ത ആളുകൾക്ക് ആ ഒരു കമൻറ്റ് ബോക്സ് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഒരു പുരുഷന് വിവാഹത്തിന് ശേഷം എന്തൊക്കെയാണ് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നത് എന്ന്. അവിടെ അശ്വിൻ എന്ന് പറയുന്ന മരുമകനായിട്ടുള്ള ആ വീട്ടിലെ ചെറുപ്പക്കാരന് പ്രോപ്പറായിട്ട് ചിക്കൻ കറി വിളമ്പാത്തതുകൊണ്ട് ആളുകൾ അവിടെ വൻ വിഷയം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തീൻ മേശയിലെ മര്യാദകൾക്ക് അനുസരിച്ചിട്ട് ഭക്ഷണം ഈക്വലായിട്ട് എല്ലാ ആളുകൾക്കും വിളമ്പി കൊടുക്കാനായിട്ട് ഒരാൾ മുൻകൈ എടുക്കേണ്ടതൊക്കെ ഒരു പൊതു മര്യാദയാണ്. നമ്മൾ അതിനെക്കുറിച്ചിട്ട് കൺസിഡർ ചെയ്യേണ്ട. കമൻറ്റ് ബോക്സിലെ ബാക്കി കമൻറ്റുകൾ അങ്ങനെയല്ല. മരുമകനായിട്ടുള്ള അശ്വിനെ വേണ്ട രീതിയിൽ അവിടെ ട്രീറ്റ് ചെയ്തില്ല. ഭാര്യ വീട്ടിലാണ് അദ്ദേഹം ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഭാര്യ വീട്ടിൽ മരുമകൻ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല പീസുകൾ, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ലഭിക്കണമെന്ന് ഒരു അലിഖിത നിയമമുണ്ട് പോലും. ആ ഒരു അലിഖിത നിയമത്തിൻ്റെ ബെനിഫിറ്റുകളൊക്കെയാണ് റീമ കല്ലിങ്കലിന് മനസ്സിലാവാത്ത വിവാഹം കഴിച്ചതിന് ശേഷം പുരുഷന് കിട്ടുന്ന ചില ബെനിഫിറ്റുകൾ. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. വിവാഹത്തിന് ശേഷം സോഷ്യൽ കണ്ടീഷനിങ് കൊണ്ട് പുരുഷന് ചില ബെനിഫിറ്റുകളൊക്കെ കിട്ടുന്നുണ്ട്. അത് ആർക്കും ഉപദ്രവമില്ലാത്ത ചിക്കൻ കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചോളൂ എന്നുള്ളതേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞാനും അതിൻ്റെ ബെനിഫിറ്റുകൾ കാര്യമായിട്ട് തന്നെ എടുക്കുന്ന ഒരു വ്യക്തിയാണ്, കിട്ടുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടും. അത് ഞാൻ ഒരിക്കലും വേണ്ടാന്ന് പറയില്ല കേട്ടോ. ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. നല്ല രീതിയിൽ നമ്മൾ ഒരാളെ ട്രീറ്റ് ചെയ്യുമ്പോൾ വേണ്ട, ഞങ്ങൾ പ്രോഗ്രസീവാണ് എന്നൊന്നും നമ്മളങ്ങനെ പറയാൻ വേണ്ടി പോകാറില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യമൊക്കെ എനിക്ക് പേഴ്സണലി ഭാര്യ വീട്ടിലേക്ക് ഉള്ളതുകൊണ്ട് അശ്വിൻ്റെ പ്ലേറ്റ് കണ്ടപ്പോൾ വേദന തോന്നി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കുറച്ചും കൂടെയൊക്കെ ആ മച്ചാനും കൊടുക്കാം കേട്ടോ. ചിക്കൻ കറിയല്ലേ, അത് എന്തൊരു ചിക്കൻ കറിയാണ്. ചിക്കനൊക്കെ അതിനകത്ത് ഇടുന്ന് നീന്തുന്നു. അമ്മാതിരി ഒരു ചിക്കൻ കറിയിൽ നിന്ന് നല്ല 2 പീസ് അയാൾക്ക് കൊടുക്കായിരുന്നു. അത് വേറെ കാര്യം. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടിപ്പിക്കൽ മലയാളി സ്ത്രീ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് ചെല്ലുകയാണ്. അങ്ങനെയാണല്ലോ, പെൺകുട്ടിയാണല്ലോ ആ വീട്ടിലേക്ക് പോവേണ്ടത്. അവൾ ഇനി തെക്കേടത്തെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി തെക്കേടത്തെയാണ്. അവൾ മൂത്തേടത്തുനിന്ന് വന്നതാണെങ്കിലും ഇനി തെക്കേടത്തെയാണ്. അപ്പോൾ തെക്കേടത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആകെ 2 കാലുള്ള ഒരു കോഴിയെ കറി വെച്ച് കഴിഞ്ഞാൽ അതിലെ മുഴുത്ത കാല് തനിക്ക് വേണമെന്ന് എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് ഈ മരുമകൾക്ക് അവിടെ പറയാൻ പറ്റും? മിണ്ടാൻ പോലും പറ്റത്തില്ല. അങ്ങനെ പിടിവാശി വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായും ഈ കമൻ്റ് ഇട്ട ആൾക്കാരൊക്കെ ആ മരുമകൾക്കെതിരെ തിരിയും. പക്ഷെ അവിടെ മകനായിട്ടും മരുമകനല്ലാതിരുന്നിട്ടും ഓട്ടോമാറ്റിക്കലി ആ കാല് തൻ്റെ മോന് അമ്മ കൊടുക്കും. ഇതേ പുരുഷൻ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക്, ഭാര്യ വീട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും കാല് കിട്ടും. അവിടെയും അവന് കാല് കിട്ടും, മുഴുത്ത പീസ് കിട്ടും. ഇതാണ് പുരുഷന്മാർക്ക് വിവാഹത്തിന് ശേഷം കിട്ടുന്ന എക്സ്ട്രാ പ്രിവിലേജുകൾ. ഇതൊന്ന് സൂചിപ്പിക്കുക, ഇത് രസകരമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പണി വേണ്ടേ? എന്തൊക്കെ വളരെ ദാരുണമായിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യാനുണ്ട്. അതിലൊന്നും ഒരു ത്രില്ലില്ല. ഇമാതിരി തീന്മേശ കാര്യങ്ങൾ, മീൻ വറുത്തത്, ചിക്കൻ കാല്, അതൊക്കെയാണ് എനിക്കും അതേപോലെ തന്നെ പല ആളുകൾക്കും ഇൻട്രസ്റ്റ്. അതിൽ ചിക്കനും ഫിഷ് ഫ്രൈ ഒക്കെ അല്ലേ, നമുക്ക് അങ്ങനെ വിട്ട് കളയാനായിട്ട് പറ്റും. അപ്പോൾ എക്സ്ട്രാ പ്രിവിലേജുകളെ കുറിച്ചിട്ട്, വിവാഹത്തിന് ശേഷം ആണുങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ പ്രിവിലേജുകളെ കുറിച്ചിട്ട് ബോധമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഒരു പ്രിവിലേജുകളൊക്കെ നൈസായിട്ട് അനുഭവിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക. അത് നമ്മുടെ അവകാശമാണ് എന്ന് പിടിവാശി വെച്ചുകൊണ്ടിരിക്കരുത്. പിടിവാശി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ റിഗ്രസീവായി പോകും. അപ്പോൾ ചിക്കൻ കാലിന് വേണ്ടി മരുമക്കൾ, ആണുങ്ങൾ നിർബന്ധം പിടിക്കരുത്. അത് റിഗ്രസീവ്. ചിക്കൻ കാല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുത്ത് കഴിച്ചോണം. അത് കുഴപ്പമില്ലാത്ത ഒരു പരിപാടി. പ്രോഗ്രസീവ് എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രസീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും കാല് വേണോ? വേണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞ് കടിച്ചു പറിച്ച് കഴിഞ്ഞാൽ പ്രോഗ്രസീവ് എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.